ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വകുപ്പുകളായ പോലീസ്, ദേവസ്വം, ആരോഗ്യം, അഗ്നിശമന സേന, സന്നദ്ധ സംഘടനകളായ അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം, അയ്യപ്പ ഭക്തർ തുടങ്ങിയവരുടെ ഒരു കൂട്ടായ്മയാണ് പുണ്യം പൂങ്കാവനം. ശബരിമലയിലെ പരിപാവനതയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരുടെ ആത്മവീര്യം കൂട്ടാനും പദ്ധതിക്ക് കഴിയുന്നു. ശബരിമലയുടെ തനത് വിശുദ്ധി നിലനിർത്താനുള്ള യജ്ഞമാണിത്. ഉത്തരവാദിത്തത്തോടും ബോധപൂർവമായ തീർത്ഥാടനമാണ് കാനനവാസനായ ശ്രീ ധർമ്മശാസ്താവിന് പ്രിയമെന്ന് ഓരോ അയ്യപ്പനെയും മനസ്സിലാക്കി വരും തലമുറയ്ക്കായി ഈ പൂങ്കാവനം കാത്തു സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വ്രതനിഷ്ഠയോടെ മല ചവിട്ടുന്ന ഓരോ അയ്യപ്പ ഭക്തനും പാലിക്കേണ്ട സപ്തകർമ്മങ്ങളുണ്ട്. 1. അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലെത്തുന്ന ഓരോ അയ്യപ്പനും പൂങ്കാവനത്തിൻ്റെ പരിശുദ്ധിയെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന ഒരു വസ്തുവും, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുവരുന്നില്ല എന്ന് സ്വയം ഉറപ്പുവരുത്തുക. 2. തീർത്ഥാടന വേളയിൽ അവശേഷിക്കുന്ന വസ്തുക്കൾ ശബരീവനത്തിൽ വലിച്ചെറിയാതെ ഒപ്പം തിരികെ കൊണ്ടുപോകുക. 3. ശബരിമലയിലെത്തുന്ന ഓരോ അയ്യപ്പനും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും സന്നിധാനവും പരിസരവും വൃത്തിയാക്കാൻ സന്നദ്ധ സേവനം ചെയ്ത് യഥാർത്ഥ അയ്യപ്പ സേവയിൽ പങ്കാളിയാകുക. 4. പുണ്യനദിയായ പമ്പയെ പാപനാശിനിയായി കാത്തു സൂക്ഷിക്കുക. ഈ തീർത്ഥനദിയിൽ കുളിക്കുമ്പോൾ സോപ്പ്, എണ്ണ തുടങ്ങിയവ ഉപയോഗിക്കരുത്. മടക്കയാത്രയിൽ വസ്ത്രങ്ങൾ നദിയിൽ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഒരു ആചാരം ശബരിമലയിലില്ല. 5. ശൗചാലയങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവ വൃത്തിയായി സൂക്ഷിക്കുക. തീർത്ഥാടന പാതയിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കുകയും ചെയ്യുക. 6. കഠിനമായ വ്രതനിഷ്ഠയോടെയാണ് ഓരോ അയ്യപ്പനും മല ചവിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവത് സന്നിധിയിലെത്താൻ എല്ലാവർക്കും ഒരേ അവകാശമാണ്. അനാവശ്യമായി തിക്കും തിരക്കും കാണിക്കാതെ വരിയിൽ ഊഴം കാത്തു നിൽക്കേണ്ടതാണ്. 7. ഈ നിർദ്ദേശങ്ങൾ എല്ലാ ഭക്തജനങ്ങളിലും എത്തിക്കുകയും തങ്ങളാലാവും വിധത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുകയും ചെയ്യുക. ശ്രേഷ്ഠരായ ആത്മീയ ആചാര്യരിലൂടെയും മറ്റു പ്രമുഖരിലൂടെയും ഭക്തരിൽ ശുചിത്വമാണ് ദൈവികത എന്ന സത്യം മനസ്സിലാക്കിക്കുക. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തെക്കുറിച്ചും ആയതിലേക്കുള്ള വ്രതമനുഷ്ഠിക്കുമ്പോഴും തീർത്ഥാടന സമയത്തും പാലിക്കേണ്ട നിഷ്ഠകളെക്കുറിച്ചും ഭക്തരെ ബോധവൽക്കരിക്കണം. ഇരുമുടിക്കെട്ട് തയ്യാറാക്കുമ്പോൾ സന്നിധാനത്തെ മലിനമാക്കാനിടയുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുറപ്പാക്കുക. സന്നിധാനവും പരിസര പ്രദേശങ്ങളായ എരുമേലി, നിലയ്ക്കൽ, പമ്പ, മറ്റ് ഇടത്താവളങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളും ശുചിയാക്കാൻ സ്വയം തയ്യാറാകാൻ ഭക്തരെ പ്രേരിപ്പിക്കുക.